സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് മക്കളെ, മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കുന്നതിന് വലിയ കൂലിയാണ്. അതാണ് പറഞ്ഞത്, പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്ത പ്രതിഫലമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഉമ്മാന്റെയും ബാപ്പാന്റെയും മുഖത്തേക്ക് നോക്കാൻ ഒരു നല്ല സമയം കണ്ടെത്തണം കേട്ടോ. ഇത് പറഞ്ഞപ്പോഴേക്ക് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വ ഇന്നളറ കുല്ല യൗമിൻ മിഅത മറ. അല്ല നബിയേ, ഈ മക്കള് മാതാപിതാക്കളെ മുഖത്തേക്ക് ഒരു 100 തവണ നോക്കിയാലോ, 100 തവണ നോക്കിയാലോ, അതേ 100 തവണ നോക്കിയാലും 100 തവണ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. ഖാല നഅം അല്ലാഹു അക്ബർ. അതേ മക്കള് മാതാപിതാക്കളെ മുഖത്തേക്ക് 100 തവണ നോക്കിയാലും 100 തവണ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. അല്ലാഹു തആല പ്രതിഫലം ധാരാളം കൊടുക്കാൻ വലിയവനാണല്ലോ. അതുകൊണ്ടല്ലേ മക്കള് ശ്രദ്ധിക്കണോ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, എന്താണ് പഠിപ്പിക്കുന്നത്? 4 വസ്തുക്കളിലേക്ക് നോക്കിയാൽ വലിയ പ്രതിഫലമുണ്ട്, 4 വിഷയങ്ങളിലേക്ക് നോക്കിയാൽ വലിയ പ്രതിഫലമുണ്ട്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ ഏതാണ്? അതാ അന്നളറു ഇലൽ കഅബത്തി ഇബാദാ. കഅബയിലേക്ക് നോക്കുന്നത് ഇബാദത്താണ് കേട്ടോ. കഅബയിലേക്ക് നോക്കിയിരിക്കുന്നത് പുണ്യകർമ്മമാണ് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം രണ്ടാമതായി പറയുകയാണ്, വന്നളറു ഫീ കിതാബില്ലാഹി ഇബാദാ. അല്ലാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനില്ലയോ, ആ ഖുർആനിലേക്ക് നോക്കുന്നത് ഇബാദത്താണ്. ഖുർആൻ പാരായണം ചെയ്താൽ അതിന് പ്രതിഫലം വേറെയാണ്. ഖുർആൻ ഓതിയില്ല എന്ന് കണ്ടാൽ തന്നെ ആ മുസ്ഹഫിലേക്ക് നോക്കിയിരുന്നാൽ പോലും വലിയ പ്രതിഫലമാണ് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം മൂന്നാമതായി പറയുകയാണ്, വന്നളറു ഇലാ വജ്ഹിൽ വാലിദൈനി ഇബാദാ. മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കുന്നതോ പുണ്യകർമ്മമാണ് കേട്ടോ, ഇബാദത്താണ് കേട്ടോ, വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് കേട്ടോ.